ഡൽഹിയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ ഞാൻ വീണ്ടും മുട്ടി നോക്കാം. പക്ഷെ ഒരു ദയാഹർജിയുടെ കാര്യം എനിക്ക് തീരെ ഹോപ്പില്ല പ്രിൻസേ. 5 പേരെയൊക്കെ വളരെ മൃഗീയം. സ്വന്തം മകളെ നശിപ്പിച്ച 5 പേരോട് ഒരു അച്ഛൻ ക്ഷമിച്ചില്ല. തന്റെ മോളെ നശിപ്പിച്ച താൻ കെട്ടിപ്പിടിച്ചു വയ്ക്കൂ. നിയമത്തിന് തോന്നാത്ത ദയ നമുക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല പ്രിൻസേ. ആ കുട്ടിയുടെ വിധി തിരുത്തി എഴുതാൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ സാധ്യമല്ല. നടക്കാത്ത വലിയ വലിയ കാര്യങ്ങളാണ് നീ ആലോചിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്യാം എന്നല്ലാതെ ഇക്കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. ഇപ്പോ കേണലിനല്ല ദയാഹർജി വേണ്ടത്, അത് അഞ്ജുവിനോടാണ് നീ കാട്ടേണ്ടത്. ഈ അഭിനയത്തിനിടയിൽ നീ അത് മറക്കരുത്. നിന്നോടും സദാശിവനോടും തല്ലുകൂടാനേ ആ കുട്ടിക്ക് ഇപ്പൊ നേരമുള്ളൂ. അവളുടെ ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ അവൾക്ക് എന്താ ഉള്ളത്? നീ പോയി ആ പിള്ളേരെ വിളിച്ചോണ്ട് വാ. അവളെല്ലാം മറന്നൊന്ന് ചിരിക്കട്ടെ. ശരി. കൊച്ചച്ഛനോട് മിണ്ടരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാത്ത. വേണ്ട മക്കളെ, കൊച്ചച്ഛനോട് സംസാരിക്കണ്ട. സംസാരിക്കുന്നത് മിണ്ടാതിരുന്ന് കേട്ടോണം. ഇപ്പൊ എന്തിനാ വിളിച്ചേ? ആന്റി എവിടെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ എല്ലാരും കൊച്ചച്ഛന്റെ കൂടെ ഫാമിലോട്ട് വരണം. വരാമോ? ആന്റിക്ക് സുഖാണോ? ഞങ്ങളെ ചോദിച്ചിരുന്നോ? ആന്റിക്ക് നല്ല സുഖമല്ല. നിങ്ങൾ എല്ലാരും കൂടെ കാണുമ്പോ ചിലപ്പോ സന്തോഷാവോ? ആവും. എനിക്ക് വേഗം റെഡിയാകെ, ഞാൻ പുറത്ത് കാത്തേക്കാം. വേഗം വരണം. ഇത് അപ്പു എടുത്തോ. ഒരു വലിയ വയലിനിസ്റ്റ് ആവണം കേട്ടോ. ഇത് സാൻഡി മോൾക്ക്. താങ്ക് യു ആന്റി. മോന് ഓ സ്വീറ്റ്. ഈ തോട്ടം നോക്കാൻ ഞാൻ വേണം, മോട്ടോർ സൈക്കിളും കാറും നന്നാക്കാൻ ഞാൻ വേണം, പാചകം ചെയ്യാൻ ഞാൻ വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ച് പ്രിൻസ് എത്ര നാൾ കഴിയുമെന്നാ എനിക്ക് മനസ്സിലാക്കാത്തത്. ബാല, ഇവന്റെ പേരെന്താണെന്നാ പറഞ്ഞത്? വെട്ടിക്കൽ സദാശിവൻ. വെട്ടിക്കൽ എന്നുള്ള എന്റെ വീട്ടുപേരാ. പ്രിൻസിന്റെ ആരായിട്ട് വരും താൻ? പറഞ്ഞു വരുമ്പോ പ്രിൻസ് എന്റെ ഒരു കൂട്ടുകാരനായിട്ട് വരും. പ്രിൻസ് ആപത്തിച്ചിന് ചാടുമ്പോ സഹായിക്കാൻ കൂട്ടുകാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ മോന് താൻ ചെയ്തു കൊടുത്ത സഹായങ്ങൾക്ക് നന്ദി. താങ്ക് യു പ്രിൻസിന്റെ അച്ഛ. വന്നു തമാശ അച്ഛനോടായോടാ. വിടേട്ടാ, കാണുമ്പോ എന്നെ തല്ലിക്കൊള്ളാൻ നേരത്തോളം നേർന്നിട്ടുണ്ടോ? എവിടെയാവളോനും? പ്രിൻസ് ഇവിടെ ഇല്ല. എവിടെയോ? ചേട്ടാ, ഒരു കാര്യം മറക്കരുത്, ഞാൻ ചേട്ടന്റെ അനിയന്റെ കൂട്ടുകാരനാണ്, അല്ല കൂട്ടുകാരന്റെ അനിയനല്ല. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. പാടി ഇവിടെ അവളോട് ഇഷ്ടം കൂടാൻ പോയിരിക്കുന്നു. എന്റെ അനുജനൊരു ചെറിയ തെറ്റുപറ്റിപ്പോയി. അതിന്റെ പേരിൽ തന്നെ ചോദിക്കാന്ന് വെച്ചോ? കണക്ക് പറഞ്ഞ് മേടിക്കാം. നിനക്ക് എത്ര രൂപ വേണം? സ്ട്രീറ്റിൽ കിടന്ന് വിലപേശി നല്ല ശീലം കാണും ഇവൾക്ക്. നീ കാരണം നഷ്ടപ്പെട്ടു പോയ സൽപ്പേര് കുറെ കാശ് തന്ന് തിരിച്ചു വാങ്ങാമെന്ന് കരുതിയിട്ടല്ല. വലിച്ചിറക്കി റെസ്ക്യൂ ഷെൽട്ടറിൽ കൊണ്ടുപോയി ഇടാൻ എനിക്കറിയാം. ആരും എന്നെ തടയില്ല. എന്ത് പറഞ്ഞിട്ടും കൂസലില്ലാതെ നിൽക്കുന്നതല്ലേ? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്നതിനും സംഭവിച്ചിട്ടില്ല. ഈ കുട്ടി വെറും ഒരു പാവമാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, പാവം കിട്ടും. പിന്നെ എങ്ങനെ സംസാരിക്കണോ നീ ഒന്ന് പഠിപ്പിച്ചാടാ. കുട്ടി ഇതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ആര് പറയുന്നടാ കാര്യമാക്കേണ്ടത്? എടാ, നീയൊക്കെ കൂടി ഇവനായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത് നോക്കി ഞങ്ങൾ കൈയും കെട്ടിയിരിക്കണോ? നിന്നെ അവളെ അടിച്ചിറക്കാൻ ഞങ്ങൾക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ല. സമ്മതിച്ചു, ഒരു മുറി തേങ്ങ ഉടയ്ക്കാൻ ഒരു ബുൾഡോസറിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് ക്രൂരതയാണ് ചേട്ടാ. ഈ പഠിക്കത്ത് നിന്നെ കണ്ടുപോരുത്. ന്യായം പറയുന്നു. ഞാൻ പറയുന്നത് കാലമായി വേണ്ട വേണ്ട
അഞ്ജു, പ്രിൻസ് വരാതെ ഇവിടുന്ന് പോകരുത് പ്ലീസ്. ഞാനാണ് പറയരുത്. പ്രിൻസ് വന്നേട്ടെ. എന്നിട്ട് നിന്റെ ഡാഡി വരുന്നവരെ നീ എവിടാ താമസിക്കുന്നത് തീരുമാനിക്കുന്നത് ഞാനാ. തിരിച്ചടക്ക്. അഞ്ജു, പ്രിൻസ് പറയുന്നത് കേൾക്ക്. തൽക്കാലം അകത്തേക്ക് പോ. ഇത്രയും ദിവസം എന്നെ ഇവിടെ പൂട്ടിയിട്ടത് റെസ്ക്യൂ ഷെൽട്ടറിലേക്കുള്ള വഴി പറഞ്ഞു തരാനായിരുന്നു ആണോ? നിങ്ങൾ മാത്രം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തുന്നത്? വേണ്ട, എനിക്ക് ആരുടെ സിമ്പതി വേണ്ട. എന്റെ കാർ ശരിയാക്കിത്താ. അത് കിട്ടിയില്ലെങ്കിലും ഞാൻ പോവും. വെറുതെ എന്നെ തടയരുത്. നിനക്ക് യാത്ര പറഞ്ഞിറങ്ങിപ്പോവാൻ ഒരു ദിവസം വരും. എന്ത് പറഞ്ഞാലും ശരി, നിന്റെ ഡാഡി വന്നിട്ടേ നീ ഇവിടുന്ന് പോവൂ. വാ വരാൻ. എനിക്ക് പോണം, എനിക്ക് പോണം. ഓടാ. എന്നെ വിളിച്ചു നിർത്തി 4 വാക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ദേഷ്യം ഇവനോടല്ല കാണിക്കുന്നത്. തിരിച്ച് തല്ലില്ല എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇവനെ തല്ലിയത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒരിക്കലും നല്ലവരല്ല, ഇനി ഒട്ട് നന്നാൻ ഉദ്ദേശിക്കുന്നില്ല. ആണും പെണ്ണും ഒന്ന് സംസാരിച്ചാൽ ഉണ്ണി പിറക്കുന്ന ഡോക്ടർമാർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണ്ട. പക്ഷേ ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കല്ലേ. ഞാൻ അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്റെ അന്തിക്കൂട്ടിനല്ല. അതെല്ലാവരും മനസ്സിലാക്കണം. എന്നെ തള്ളിക്കളയാനും കുറ്റം പറയാനും കിട്ടിയ സമയത്ത് നിങ്ങളെല്ലാം വാസ്തവം ചോദിക്കാൻ മറന്നുപോയി. കോൾഗേൾ അല്ലെങ്കിൽ പിന്നെ അവൾ ആരാണ്? ഈ സിറ്റിയിൽ അവൾ കറങ്ങി നടക്കുന്നത് കണ്ട പലരും ഉണ്ട്. നിനക്ക് അറിയാമോ? എനിക്കൊന്നും അറിയണ്ട. അവളെ പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വേണ്ട. പക്ഷെ അറിയുന്നൊന്നുണ്ട്. ഇത് ഇന്ത്യൻ പ്രസിഡന്റ് അവള് കൊടുത്ത ദയാ ഹർജിയുടെ ഒരു കോപ്പിയാണ്. കളക്ടർ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ എവിടെ താമസിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രിൻസ് അല്ല. കൊല്ലി ഞാൻ എല്ലാവരെയും. അയ്യോ, അങ്ങനെ കൊലപാതകയാവരുത്. IPC 302 വകുപ്പ് പ്രകാരം ആദ്യം തൂക്കിക്കൊല, പിന്നെ ജീവപര്യന്തം ശിക്ഷ. നോക്കിയേ, ഇത് പ്രിൻസിന്റെ ഫാം ഹൗസ് ആണ്. ഇവിടെ പ്രിൻസ് പറയുന്നത് നടക്കൂ. പിന്നെ ഞാനും. കുട്ടിയുടെ ഡാഡി വരട്ടെ, എന്നിട്ട് പോവാം. പ്രിൻസ് പറഞ്ഞു കേട്ടല്ലോ. അയ്യോ കുഞ്ഞിന് ഇവിടെ എന്തോത്തിന്റെ കുറവാ. ഇനി ഇപ്പൊ പോണമെങ്കിൽ തന്നെ ഡാഡി വരുമ്പോ അങ്ങ് പോവാമല്ലോ. എന്റെ ഡാഡി വരില്ല, ഒരിക്കലും വരില്ല. ബുദ്ധി, അത് ബുദ്ധി. ആ നമ്പർ കയ്യിലിരിക്കട്ടെ. അഞ്ജുവിന്റെ ഡാഡി വരുന്നത് തന്നെ മോൾ എവിടാന്ന് ചോദിച്ചോണ്ടായിരിക്കും. ഒന്നും പറയണ്ട. അഞ്ജുവിൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. അഞ്ജു ആകെ അപ്സെറ്റ് ആയിരിക്കുക.